ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദ കൈറ്റ് മേക്കർ എന്ന റസ്കിൻ ബോണ്ട് എഴുതിയ ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയും ചോദ്യോത്തരങ്ങളുമാണ്. ലെറ്റ്സ് ബിഗിൻ. ആദ്യം നമുക്ക് ഈ കഥയുടെ രചയിതാവായ റസ്കിൻ ബോണ്ടിനെ കുറിച്ച് നോക്കാം. Ruskin Bond, born on 19th May 1934, is an Indian author of British descent. 1934 മെയ് 19 ജനിച്ച റസ്കിൻ ബോണ്ട് ബ്രിട്ടീഷ് വംശജനായ ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ്. Who has played major role in the growth of children's literature in India. ഇന്ത്യയിലെ ബാലസാഹിത്യത്തിൻ്റെ വളർച്ചയിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. He was awarded the Padma Shri in 1999 and Padma Bhushan in 2014. 1999 അദ്ദേഹത്തിന് പത്മശ്രീയും 2014 പത്മഭൂഷണും ലഭിച്ചു. Most of his works are influenced by life in the hill stations at the foothills of the Himalayas, where he spent his childhood. അദ്ദേഹം കുട്ടിക്കാലം ചെലവഴിച്ചത് ഹിമാലയത്തിൻ്റെ താഴ്വരയിലാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളിലും ഹിമാലയത്തിൻ്റെ താഴ്വരയിലെ കുന്നിൻ പ്രദേശങ്ങളിലെ ജീവിതത്തിന് സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. He now lives with his adopted family in Landu in Mussoorie. ഇപ്പോൾ അദ്ദേഹം ദത്തെടുത്ത കുടുംബത്തോടൊപ്പം മസൂറിയിലെ ലാൻഡൂരിൽ താമസിക്കുന്നു. ഇനി ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെഹ്മൂദ് ആൻഡ് അലി. മെഹ്മൂദും അലിയുമാണ് പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ. മെഹ്മൂദ് ഒരു കൈറ്റ് മേക്കറാണ്. കൈറ്റ് എന്നാൽ പട്ടം. ഒരു പട്ടം നിർമ്മാതാവാണ് മെഹ്മൂദ്. അലി എന്ന കുട്ടിയുടെ മുത്തച്ഛനും കൂടിയാണ് മെഹ്മൂദ്. അലി മെഹ്മൂദ്സ് ഗ്രാൻഡ് സൺ. മെഹ്മൂദിന്റെ കൊച്ചുമകനാണ് അലി. ഈ രണ്ടു പേരുകളും ഓർത്തു വെക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോറിയാണിത്. ഇനി ഈ കഥയുടെ സമ്മറി നോക്കാം. Mahmood is an old man who lives in a small street called ഗലി രാംനാഥൻ. ഗലി രാംനാഥൻ എന്ന ചെറിയ തെരുവിൽ താമസിക്കുന്ന ഒരു വൃദ്ധനാണ് മെഹ്മൂദ്. He is a kite maker and loves to make kites for children. അദ്ദേഹം ഒരു പട്ടം നിർമ്മാതാവാണ്. കുട്ടികൾക്കായി പട്ടം ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമാണ് മെഹ്മൂദ്. Mahmood's grandson Ali is a little boy who loves to fly kites. മെഹ്മൂദിന്റെ ചെറുമകൻ അലി പട്ടം പറത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. One day, Ali's kite gets stuck in a big banyan tree in the street. ഒരു ദിവസം അലിയുടെ പട്ടം തെരുവിലെ ഒരു വലിയ ആൽമരത്തിൽ കുടുങ്ങി. Ali runs to Mahmood and tells him about his kite. അലി മെഹ്മൂദിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് തന്റെ പട്ടത്തെക്കുറിച്ച് പറയുന്നു. Mahmood smiles and makes a new kite for Ali. മെഹ്മൂദ് പുഞ്ചിരിച്ചുകൊണ്ട് അലിക്ക് വേണ്ടി ഒരു പുതിയ പട്ടം ഉണ്ടാക്കുന്നു. The new kite is pale pink with a small green tail. പുതിയ പട്ടം ഇളം പിങ്ക് നിറത്തിലുള്ളതും പച്ച നിറത്തിൽ ചെറിയ വാലുള്ളതുമായിരുന്നു. മെഹ്മൂദ് remembers the good old days when he was a famous kite maker. പ്രശസ്ത പട്ടം നിർമ്മാതാവായിരുന്ന പഴയ നല്ല നാളുകളെ കുറിച്ച് മെഹ്മൂദ് ഓർക്കുന്നു. People would buy his kites for a lot of money and he would make special kites for the Nawab, a rich and important person. ആളുകൾ ധാരാളം പണം നൽകി അദ്ദേഹത്തിൻ്റെ പട്ടങ്ങൾ വാങ്ങുമായിരുന്നു. ധനികനും പ്രധാനപ്പെട്ട വ്യക്തിയുമായ നവാബിനായി അദ്ദേഹം പ്രത്യേക പട്ടങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. Mahmood's most famous kite was the dragon kite, which was a special kite with mirrors and a long tail. കണ്ണാടി കൊണ്ട് അലങ്കരിച്ച നീണ്ട വാലുള്ള ഒരു പ്രത്യേക പട്ടമായിരുന്നു മെഹ്മൂദിന്റെ ഏറ്റവും പ്രശസ്തമായ പട്ടം. അതാണ് ഡ്രാഗൺ കൈറ്റ്. ബട്ട് ടൈംസ് ഹാവ് ചേഞ്ച് ആൻഡ് പീപ്പിൾ ഡോണ്ട് ബൈ കൈറ്റ്സ് ലൈക്ക് ദേ യൂസ്ഡ് ടു. പക്ഷേ കാലം മാറി, ആളുകൾ പണ്ടത്തെ പോലെ പട്ടം വാങ്ങുന്നില്ല. മെഹ്മൂദ്സ് കൈറ്റ് ഷോപ്പ് ഈസ് ഗോൺ ആൻഡ് ഹീ ഈസ് ഓൾഡ് നൗ. ഇപ്പോൾ മെഹ്മൂദിന് പ്രായമായി, കടയും നിർത്തി. He makes kites only for Ali, who loves flying them. അലിക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം പട്ടം ഉണ്ടാക്കുന്നത്. അലിക്ക് പട്ടം പറത്താൻ ഇഷ്ടമാണ്. Mahmood thinks about how the world has changed and how people are too busy to enjoy simple things like kites. ലോകം എങ്ങനെ മാറിയെന്നും പട്ടം പോലുള്ള ലളിതമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ ആളുകൾക്ക് കഴിയാത്തത്ര തിരക്കാണെന്നും മെഹ്മൂദ് ചിന്തിക്കുന്നു. As Mahmood
sits in the sun, he watches Ali play and thinks about his own life. അലി കളിക്കുന്നതും നോക്കി മെഹ്മൂദ് വെയിലത്തിരിക്കുമ്പോൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. He remembers his friends and family and how things were different when he was young. അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും കുറിച്ച് ഓർക്കുന്നു, ചെറുപ്പത്തിൽ കാര്യങ്ങൾ എങ്ങനെ വ്യത്യസ്തമായിരുന്നെന്നും ചിന്തിക്കുന്നു. Mahmoud's sons have grown up and moved away and now he lives with Ali and his family. മെഹ്മൂദിൻ്റെ മക്കളെല്ലാവരും വളർന്നു മാറി താമസിച്ചു. ഇപ്പോൾ മെഹ്മൂദ് അലിയോടും കുടുംബത്തോടും ഒപ്പം താമസിക്കുന്നു. In the end, Mahmoud passes away peacefully, surrounded by the silence of the street. ഒടുവിൽ തെരുവിൻ്റെ നിശബ്ദതയിൽ ചുറ്റപ്പെട്ട് മെഹ്മൂദ് സമാധാനപരമായി മരിക്കുന്നു. അലി finds him and calls for his mother. അലി അദ്ദേഹത്തെ കണ്ട ഉടനെ അലിയുടെ അമ്മയെ വിളിക്കുന്നു. A butterfly flies away from Mahmoud's beard and the torn kite that was stuck in the tree flies away into the sky. മെഹ്മൂദിൻ്റെ താടിയിൽ നിന്ന് ഒരു ചിത്രശലഭം പറന്നു പോകുന്നു. മരത്തിൽ കുടുങ്ങിയ കീറിയ പട്ടം ആകാശത്തേക്ക് പറന്നു പോകുന്നു. Mahmoud's love for kites and his grandson Ali is remembered through the story. പട്ടങ്ങളോടും ചെറുമകൻ അലിയോടുമുള്ള മെഹ്മൂദിൻ്റെ സ്നേഹം ഈ കഥയിലൂടെ ഓർമ്മിക്കപ്പെടുന്നു. The story shows how Mahmoud's life has changed over time and how he has adapted to the changing world. കാലക്രമേണ മെഹ്മൂദിൻ്റെ ജീവിതം എങ്ങനെ മാറിയെന്നും മാറുന്ന ലോകവുമായി അദ്ദേഹം എങ്ങനെ പൊരുത്തപ്പെട്ടു എന്നും ഈ കഥ കാണിക്കുന്നു. It also highlights the special bond between Mahmoud and Ali and how Mahmoud's love for kites brings joy to Ali's life. മെഹ്മൂദും അലിയും തമ്മിലുള്ള പ്രത്യേക ബന്ധവും പട്ടങ്ങളോടുള്ള മെഹ്മൂദിൻ്റെ സ്നേഹം അലിയുടെ ജീവിതത്തിൽ എങ്ങനെ സന്തോഷം നൽകുന്നുവെന്നും ഇത് എടുത്തു കാണിക്കുന്നു. ഇത്രയുമാണ് ഈ സ്റ്റോറിയുടെ സമ്മറി. ഇനി ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡു യു സീ ചിൽഡ്രൻ ഫ്ലൈയിങ് കൈറ്റ്സ് നൗഡേയ്സ്? ഇഫ് നോട്ട് വൈ? ഇന്നത്തെ കാലത്ത് കുട്ടികൾ പട്ടം പറത്തുന്നത് കാണാറുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ആൻസർ, നോ, കിഡ്സ് ഡോണ്ട് ഫ്ലൈ കൈറ്റ്സ് മച്ച് നൗഡേയ്സ്. ഇല്ല, ഇന്നത്തെ കാലത്ത് കുട്ടികൾ പട്ടം പറത്താറില്ല. They like watching movies instead and there are in many open spaces to fly kites. പകരം അവർക്ക് സിനിമ കാണാനാണ് താല്പര്യം. ഇന്നത്തെ കാലത്ത് പട്ടം പറത്താൻ അധികം തുറസായ സ്ഥലങ്ങളുമില്ല. അടുത്ത ചോദ്യം, ഡസ് അലി വെയർ എക്സ്പെൻസീവ് ക്ലോത്ത്സ്? വൈ? അലി വില കൂടിയ വസ്ത്രങ്ങളാണോ ധരിക്കുന്നത്? എന്തുകൊണ്ട്? ആൻസർ, നോ, അലി വെയർ സിമ്പിൾ ആൻഡ് ടോൺ ക്ലോത്ത്സ്. ഹി ഈസ് നോട്ട് റിച്ച്. ഇല്ല, അലി ലളിതവും കീറിയതുമായ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്, കാരണം അലി സമ്പന്നനല്ല. അടുത്ത ചോദ്യം, വൈ ഡസ് ദി ഓൾഡ് മാൻ സ്റ്റിൽ മേക്ക് കൈറ്റ്സ്? വൃദ്ധൻ അതായത് മെഹ്മൂദ് എന്തിനാണ് ഇപ്പോഴും പട്ടമുണ്ടാക്കുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ നോക്കാം. ദി ഓൾഡ് മാൻ മെഹ്മൂദ് മേക്സ് കൈറ്റ്സ് ബിക്കോസ് ഹി ലവ്സ് ഇറ്റ് ആൻഡ് വോണ്ട്സ് ടു മേക്ക് ഹിസ് ഗ്രാൻഡ്സൺ അലി ഹാപ്പി. വൃദ്ധനായ മെഹ്മൂദ് പട്ടമുണ്ടാക്കുന്നത് അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടമായതുകൊണ്ടും തൻ്റെ ചെറുമകൻ അലിയെ സന്തോഷിപ്പിക്കാനും വേണ്ടിയാണ്. അടുത്ത ചോദ്യം, നോട്ട് മെനി പീപ്പിൾ ബോട്ട് കൈറ്റ്സ് ദീസ് ഡേയ്സ്. വൈ? ഇക്കാലത്ത് അധികം ആളുകളും പട്ടം വാങ്ങാറില്ല, എന്തുകൊണ്ട്? ആൻസർ, പീപ്പിൾ ആർ ബിസി ആൻഡ് ഡോണ്ട് ബൈ കൈറ്റ്സ് ലൈക്ക് ദേ യൂസ്ഡ് ടു. കിഡ്സ് പ്രിഫർ മൂവീസ് ആൻഡ് ദർ ഈസ് നോ സ്പേസ് ടു ഫ്ലൈ കൈറ്റ്സ്. ആളുകൾ എല്ലാവരും തിരക്കിലാണ്, പഴയതുപോലെ ആരും പട്ടം വാങ്ങാറില്ല. കുട്ടികൾക്ക് സിനിമ കാണാനാണ് താല്പര്യം, പട്ടം പറത്താനുള്ള സ്ഥല സൗകര്യവും കുറവാണ്. അടുത്ത ചോദ്യം, ഡു യു തിങ്ക് കൈറ്റ് ഫ്ലൈയിങ് ഇസ് എ നോബിൾ പാസ് ടൈം? വൈ? പട്ടം പറത്തൽ കുലീനമായ ഒരു വിനോദമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ട്? ആൻസർ, യെസ്, കൈറ്റ് ഫ്ലൈയിങ് ഈസ് ഫൺ. അതെ, പട്ടം പറത്തൽ രസകരമാണ്. ഇറ്റ് ബ്രിങ്സ് ഹാപ്പിനെസ് ആൻഡ് വാസ് ഈവൻ എൻജോയ്ഡ് ബൈ കിങ്സ് ഇൻ ദ പാസ്റ്റ്. പട്ടം പറത്തൽ സന്തോഷം നൽകുന്നു. മുൻകാലത്ത് രാജാക്കന്മാർ പോലും ഇത് ആസ്വദിച്ചിരുന്നു. അടുത്ത ചോദ്യം, വാട്ട് വാസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദ കൈറ്റ് മെഹ്മൂദ് മെയ്ഡ് ഫോർ ദ നവാബ്? നവാബിന് വേണ്ടി മെഹ്മൂദ് നിർമ്മിച്ച പട്ടത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. ആൻസർ, ദ കൈറ്റ് മെഹ്മൂദ് മെയ്ഡ് ഫോർ ദ നവാബ് വാസ് ട്രൂലി സ്പെഷ്യൽ. നവാബിന് വേണ്ടി മെഹ്മൂദ് നിർമ്മിച്ച പട്ടം ശരിക്കും സവിശേഷമായിരുന്നു.
It was called the dragon kite because it looked like a dragon, a mythical creature. ഒരു പുരാതന ജീവിയായ വ്യാളിയെ പോലെ തോന്നിക്കുന്നതിനാലാണ് ഇതിനെ ഡ്രാഗൺ കൈറ്റ് എന്ന് വിളിച്ചത്. The kite had a unique design with small purple disc attached to a bamboo frame. മുളയുടെ ഫ്രെയിമിൽ ചെറിയ പേപ്പർ ഡിസ്കുകൾ ഘടിപ്പിച്ച ഒരു സവിശേഷ രൂപകൽപ്പനയായിരുന്നു പട്ടത്തിന്. The front part of the kite had a face painted on it, and its eyes were made of small mirrors that shone brightly. പട്ടത്തിന്റെ മുൻഭാഗത്ത് ഒരു മുഖം വരച്ചിരുന്നു. കണ്ണുകൾ തിളങ്ങുന്ന ചെറിയ കണ്ണാടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. The kite's body was long and wavy like a snake. പാമ്പിനെ പോലെ നീളവും രൂപവും ഉള്ളതായിരുന്നു പട്ടം. The dragon kite was not only beautifully designed but also required great skill to fly. ഈ ഡ്രാഗൺ പട്ടം മനോഹരമായി രൂപകൽപ്പന ചെയ്തതാണെന്ന് മാത്രമല്ല പറത്താൻ മികച്ച വൈദഗ്ധ്യവും ആവശ്യമായിരുന്നു. Mahmud was the only one who could manage to raise it from the ground and make it soar high in the sky. പട്ടത്തിനെ നിലത്തുനിന്ന് ഉയർത്തി ആകാശത്തേക്ക് പറത്താൻ മെഹ്മൂദിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. The dragon kite was a remarkable creation that showcased Mahmud's talent as a kite maker. പട്ടം നിർമ്മാതാവ് എന്ന നിലയിൽ മെഹ്മൂദിന്റെ കഴിവ് പ്രകടമാക്കിയ ശ്രദ്ധേയമായ ഒരു സൃഷ്ടിയായിരുന്നു ഡ്രാഗൺ പട്ടം. അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൻ ടു ദ ഡ്രാഗൺ കൈറ്റ്? ഡ്രാഗൺ കൈറ്റിന് എന്ത് സംഭവിച്ചു? ആൻസർ, ദ ഡ്രാഗൺ കൈറ്റ് ഫ്ലൂ ഹൈ ആൻഡ് ബ്രോക്ക് ഫ്രീ. ഡ്രാഗൺ കൈറ്റ് ഉയരത്തിൽ പറന്ന് സ്വതന്ത്രമായി. ഇറ്റ് ഫ്ലൂ എവേ ആൻഡ് വാസ് നെവർ സീൻ അഗെയിൻ. അത് പറന്നുപോയി, പിന്നീട് ഒരിക്കലും കാണാനായില്ല. അടുത്ത ചോദ്യം, ഈസ് പേട്രണേജ് എസെൻഷ്യൽ ഫോർ ക്രിയേറ്റീവ് പീപ്പിൾ? എക്സ്പ്ലെയിൻ. സർഗാത്മകരായ ആളുകൾക്ക് രക്ഷാകർതൃത്വം ആവശ്യമാണോ? വിശദീകരിക്കുക. അതായത് ഒരു രക്ഷാധികാരി നൽകുന്ന സഹായമോ പിൻബലമോ ആവശ്യമാണോ എന്നതാണ് ചോദ്യം. ആൻസർ, യെസ്. ക്രിയേറ്റീവ് പീപ്പിൾ ലൈക്ക് മെഹ്മൂദ് നീഡ് സപ്പോർട്ട്. അതെ, മെഹ്മൂദിനെ പോലുള്ള സർഗാത്മകരായ ആളുകൾക്ക് പിന്തുണ ആവശ്യമാണ്. ഇറ്റ് ഹെൽപ്സ് ദം ടു ഡു ദെയർ ബെസ്റ്റ് വർക്ക്. അത് അവരുടെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ അവരെ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, വാട്ട് ചേഞ്ച് കെയിം ഓവർ ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് മെഹ്മൂദ്സ് നെയ്ബേഴ്സ്? മെഹ്മൂദിന്റെ അയൽക്കാരുടെ മനോഭാവത്തിൽ എന്ത് മാറ്റമാണ് വന്നത്? ആൻസർ, മെഹ്മൂദ്സ് നെയ്ബേഴ്സ് യൂസ് ടു കെയർ അബൌട്ട് ഹിം ബട്ട് നൗ ദേ ആർ ടു ബിസി ആൻഡ് ഡോണ്ട് നോട്ടീസ് ഹിം. പണ്ടുകാലത്ത് മെഹ്മൂദിന്റെ അയൽക്കാർ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ എല്ലാവരും വളരെ തിരക്കിലാണ്, അദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കാറില്ല. അടുത്ത ചോദ്യം, വൈ ഡസ് ദി ഓഥർ കമ്പയർ മെഹ്മൂദ് ആൻഡ് ദി ബാനിയൻ ട്രീ ടു പെർമനന്റ് ഫിക്ചേഴ്സ്? എന്തുകൊണ്ടാണ് രചയിതാവായ റസ്കിൻ ബോണ്ട് മെഹ്മൂദിനെയും ആൽമരത്തെയും താരതമ്യം ചെയ്യുന്നത്? ആൻസർ, ദേ ആർ ഓൾഡ് ആൻഡ് ഹാവ് ബീൻ അറൗണ്ട് ഫോർ എ ലോങ് ടൈം. പീപ്പിൾ ടേക്ക് ദം ഫോർ ഗ്രാൻഡഡ്. മെഹ്മൂദും ആൽമരവും വളരെ പഴയതാണ്, വളരെ കാലമായി ഇവിടെ നിലനിൽക്കുന്നതുമാണ്. ആളുകൾ അവയെ നിസ്സാരമായി കാണുന്നു. അടുത്ത ചോദ്യം, മെഹ്മൂദ് വാസ് എ ലവിംഗ് ഗ്രാൻഡ് ഫാദർ. സബ്സ്റ്റാൻഷിയേറ്റ്. മെഹ്മൂദ് സ്നേഹനദിയായ ഒരു മുത്തച്ഛനായിരുന്നു, അതിനെക്കുറിച്ച് എഴുതുക. ആൻസർ, മെഹ്മൂദ് ലവ്ഡ് ഹിസ് ഗ്രാൻഡ്സൺ അലി. മെഹ്മൂദ് തൻ്റെ ചെറുമകനായ അലിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഹി മേഡ് കൈറ്റ്സ് ഫോർ ഹിം ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് ഹിം. മെഹ്മൂദ് അലിക്ക് വേണ്ടി പട്ടങ്ങൾ ഉണ്ടാക്കി അലിയോടൊപ്പം സമയവും ചെലവഴിച്ചു. അടുത്ത ചോദ്യം, ഹൗ ഡസ് ദി ഓഥർ ഇക്വേറ്റ് എ ഹ്യൂമൻ ബീയിങ് വിത്ത് എ ട്രീ? രചയിതാവ് എങ്ങനെയാണ് മനുഷ്യനെ ഒരു മരവുമായി താരതമ്യം ചെയ്യുന്നത്? ആൻസർ, ഹ്യൂമൻസ് ആൻഡ് ട്രീസ് ഗ്രോ ആൻഡ് ഏജ് സിമിലർലി. മനുഷ്യരും മരങ്ങളും ഒരുപോലെ വളരുകയും പ്രായമാകുകയും ചെയ്യുന്നു. ദേ ബോത്ത് ഗെറ്റ് ഓൾഡ് ആൻഡ് വീക്ക് വിത്ത് ടൈം. കാലക്രമേണ അവ രണ്ടും വാർദ്ധക്യത്തിലെത്തുകയും ദുർബലമാവുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, വൈ ഡിഡ് മെഹ്മൂദ് റിമെയിൻ സൈലന്റ്? മെഹ്മൂദ് എന്തിനാണ് മൗനം പാലിച്ചത്? ആൻസർ, മെഹ്മൂദ് വാസ് സൈലന്റ് ബിക്കോസ് ഹി ഹാഡ് പാസ്ഡ് അവേ. മെഹ്മൂദ് മരിച്ചു പോയത് കൊണ്ടാണ് അദ്ദേഹം മൗനം പാലിച്ചത്. ഹി വാസ് ഓൾഡ് ആൻഡ് ഹാഡ് ലിവ്ഡ് എ ഫുൾ ലൈഫ്. അദ്ദേഹത്തിന് വയസ്സായി, പൂർണ്ണമായ ജീവിതം നയിച്ചാണ് അദ്ദേഹം പോയത്. അടുത്ത ചോദ്യം, ദ ഇൻഹാബിറ്റൻസ് ഓഫ് ഗലി രാംനാഥൻ റിയലൈസ്ഡ് ദാറ്റ് ദേ ഡിഡ് നോട്ട് പേ ഡ്യൂ റെസ്പെക്ട് ടു മെഹ്മൂദ് ദ കൈറ്റ് മേക്കർ വെൻ ഹി വാസ് അലൈവ്. ദേ വിഷ് ടു ഓർഗനൈസ് എ കണ്ടോലൻസ് മീറ്റിംഗ് ആസ് എ ട്രിബ്യൂട്ട് ടു മെഹ്മൂദ്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ മീറ്റിംഗ്.
മെഹ്മൂദ് എന്ന പട്ടം നിർമ്മാതാവിന് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അർഹമായ ആദരവ് നൽകിയില്ലെന്ന് ഗലി രാംനാഥൻ നിവാസികൾ മനസ്സിലാക്കുന്നു. മെഹ്മൂദിനോടുള്ള ആദരസൂചകമായി ഒരു അനുശോചന യോഗം സംഘടിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. മീറ്റിംഗിനായി ഒരു നോട്ടീസ് തയ്യാറാക്കുക. നോട്ടീസ് തയ്യാറാക്കാനായി കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഹിൻസ്: ടൈറ്റിൽ, സല്യൂട്ടേഷൻ, ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോഗ്രാം, പ്ലേസ്, ഡേറ്റ്. നോട്ടീസിന് ഒരു തലക്കെട്ട് വേണം, സല്യൂട്ടേഷൻ വേണം, ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോഗ്രാം പരിപാടിയുടെ വിശദാംശങ്ങൾ, പ്ലേസ് സ്ഥലം, ഡേറ്റ് തീയതി എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം നോട്ടീസ് തയ്യാറാക്കാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണിത്. എങ്ങനെയാണ് ഒരു നോട്ടീസ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആരാണോ നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ സംഘടനയുടെ പേര് എഴുതുക. ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായി സ്ഥലം എഴുതുക. ഇവിടെ ഗലി രാംനാഥൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ എഴുതുന്ന കാര്യങ്ങളെല്ലാം ഒരു ബോക്സ് വരച്ച് അതിൻ്റെ ഉള്ളിൽ വേണം എഴുതാൻ. ഇടതുവശത്തായി ഡേറ്റ് കൊടുക്കുക. 12th May 2025 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നടുവിലായി നോട്ടീസ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഒരു ഹെഡിങ്, തലക്കെട്ട്, അതിന് താഴെ എഴുതുക. എ ട്രിബ്യൂട്ട് ടു മെഹ്മൂദ് ദ കൈറ്റ് മേക്കർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായി ഇടതുവശത്ത് സല്യൂട്ടേഷൻ കൊടുക്കുക. ഇവിടെ ഡിയർ റെസിഡൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കണ്ടന്റ് എഴുതുക. We are sad to announce that Mahmood, our beloved kite maker, has passed away. നമ്മുടെ പ്രിയപ്പെട്ട പട്ടം നിർമ്മാതാവായ മെഹ്മൂദ് അന്തരിച്ചു എന്ന് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. We realize that we didn't appreciate his talent and kindness enough when he was alive. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളെയും ദയയെയും നമ്മൾ വേണ്ടത്ര വിലമതിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. Let's come together to pay our respects to Mahmood in a condolence meeting to be held on Saturday, May 31st at 4 p.m. at the Community Hall, Gali Ramnathan. മെയ് 31 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഗലി രാംനാഥനിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന അനുശോചന യോഗത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം. Where we invite everyone to share their memories and stories about Mahmood and celebrate his life and the joy brought to our lives through his beautiful kites. മെഹ്മൂദിനെ കുറിച്ചുള്ള ഓർമ്മകളും കഥകളും പങ്കുവയ്ക്കാനും മനോഹരമായ പട്ടങ്ങളിലൂടെ അദ്ദേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സന്തോഷ നിമിഷങ്ങളെ ആഘോഷിക്കാനും എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇത്രയും എഴുതിയ ശേഷം നോട്ടീസ് ഇറക്കുന്ന ആളുടെ പേരും ഡെസിഗ്നേഷനും എഴുതുക. ഡെസിഗ്നേഷൻ എന്നാൽ പദവി എന്നാണ് മീനിങ്. ഇവിടെ ആളുടെ പേര് അക്ഷയ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഡെസിഗ്നേഷൻ സെക്രട്ടറി, റെസിഡൻസ് അസോസിയേഷൻ. ഇത്രയുമാണ് നോട്ടീസ് റൈറ്റിംഗ്. അടുത്ത ചോദ്യം. ദ പീപ്പിൾ ഓഫ് ഗലി രാംനാഥൻ ഓർഗനൈസ് എ കണ്ടോലൻസ് മീറ്റിംഗ് ആസ് ട്രിബ്യൂട്ട് ടു മെഹ്മൂദ്. പ്രിപ്പയർ എ സ്പീച്ച് ടു ബി ഡെലിവേർഡ് ഇൻ ദ മീറ്റിംഗ്. മുൻപത്തെ ചോദ്യം മീറ്റിങ്ങിൻ്റെ നോട്ടീസ് തയ്യാറാക്കാനായിട്ടുള്ളതായിരുന്നു. ഇത് മീറ്റിങ്ങിന് വേണ്ടി ഒരു പ്രസംഗം തയ്യാറാക്കാനുള്ളതാണ്. ഗലി രാംനാഥനിലെ ജനങ്ങൾ മെഹ്മൂദിനോടുള്ള ആദരസൂചകമായി ഒരു അനുശോചന യോഗം സംഘടിപ്പിക്കുന്നു. യോഗത്തിലേക്ക് വേണ്ടി ഒരു പ്രസംഗം തയ്യാറാക്കുക. പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ഹിൻസ്: മെഹ്മൂദ്, അലീസ് ഗ്രാൻഡ് ഫാദർ, അലിയുടെ മുത്തച്ഛൻ, മാസ്റ്റർ കൈറ്റ് മേക്കർ, പ്രഗത്ഭനായ പട്ടം നിർമ്മാതാവ്, മേക്സ് ബ്യൂട്ടിഫുൾ കൈറ്റ്സ്, മനോഹരമായ പട്ടങ്ങൾ നിർമ്മിക്കുന്നു. നവാബ് വിസിറ്റ്സ്, അദ്ദേഹത്തെ നവാബ് സന്ദർശിക്കുന്നു. ടാലൻസ് അൺനോട്ടീസ്ഡ്, കഴിവുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. നോ പേട്രൺസ്, രക്ഷാധികാരികളില്ല. ഡാറ്റ്, മരണപ്പെട്ടു. ഇത്രയുമാണ് പ്രസംഗം തയ്യാറാക്കാനുള്ള സൂചനകൾ. ഈ സൂചനകൾ ഉപയോഗിച്ച് പ്രസംഗം തയ്യാറാക്കുക. ആൻസർ നോക്കാം. റെസ്പെക്റ്റഡ് ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ്, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, അയൽക്കാരെ. ടുഡേ വി ഗാദർ ടു പേ അവർ റെസ്പെക്ട് ടു എ വെരി സ്പെഷ്യൽ പേഴ്സൺ മെഹ്മൂദ് ഹു ലിവ്ഡ് എമംഗ് അസ് ഇൻ ഗലി രാംനാഥൻ. ഗലി രാംനാഥനിൽ നമുക്കിടയിൽ ജീവിച്ചിരുന്ന നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ മെഹ്മൂദിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനാണ് ഇന്ന് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. മെഹ്മൂദ് വാസ് എ മാസ്റ്റർ കൈറ്റ് മേക്കർ നോൺ ഫോർ ഹിസ് ബ്യൂട്ടിഫുൾ ആൻഡ് കളർഫുൾ കൈറ്റ്സ്. മനോഹരവും വർണ്ണാഭമായതുമായ പട്ടങ്ങൾക്ക് പേരുകേട്ട മെഹ്മൂദ് ഒരു മികച്ച പട്ടം നിർമ്മാതാവായിരുന്നു.
Many of us remember his skill and patience in crafting these wonderful creations. ഈ അത്ഭുതകരമായ സൃഷ്ടികളുടെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യവും ക്ഷമയും നമ്മളിൽ പലരും ഓർക്കുന്നുണ്ട്. Mahmud was also a loving grandfather to his grandson Ali, who loved flying the kites his grandfather made. മഹ്മൂദ് തൻ്റെ ചെറുമകനായ അലിയുടെ സ്നേഹനിധിയായ മുത്തച്ഛൻ കൂടിയായിരുന്നു. മുത്തച്ഛൻ നിർമ്മിച്ച പട്ടങ്ങൾ പറത്തുന്നത് അലിക്ക് വളരെ ഇഷ്ടവുമായിരുന്നു. Even the Nawab used to visit Mahmud to buy his special kites. നവാബ് പോലും മഹ്മൂദിൻ്റെ പ്രത്യേക പട്ടങ്ങൾ വാങ്ങാൻ സന്ദർശിക്കാറുണ്ടായിരുന്നു. Unfortunately, as time passed, Mahmud's talents went unnoticed. നിർഭാഗ്യവശാൽ കാലം കടന്നുപോയപ്പോൾ മഹ്മൂദിൻ്റെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി. There were no longer patrons to support his craft, and he continued to make kites out of love and passion. അദ്ദേഹത്തിൻ്റെ കരകൗശലത്തെ പിന്തുണയ്ക്കാൻ രക്ഷാധികാരികളില്ലായിരുന്നു. പട്ട നിർമ്മാണത്തോടുള്ള സ്നേഹവും അഭിനിവേശവും കൊണ്ട് അദ്ദേഹം പട്ടങ്ങൾ നിർമ്മിക്കുന്നത് തുടർന്നു. Today, we realize that we didn't appreciate Mahmud's talents enough when he was alive. മെഹ്മൂദ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ നമ്മൾ വേണ്ടത്ര വിലമതിച്ചിട്ടില്ലെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നു. Let's take this opportunity to remember his contributions to our community and the joy he brought to our lives through his beautiful kites. നമ്മുടെ സമൂഹത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെയും മനോഹരമായ പട്ടങ്ങളിലൂടെ അദ്ദേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സന്തോഷത്തെയും ഓർക്കാൻ ഈ അവസരം വിനിയോഗിക്കാം. May Mahmud's soul rest in peace and may we learn to appreciate the talents around us. Thank you. മെഹ്മൂദിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നമുക്ക് ചുറ്റുമുള്ള കഴിവുള്ളവരെ വിലമതിക്കാൻ നമുക്ക് പഠിക്കാം. നന്ദി. ഇത്രയുമാണ് സ്പീച്ച്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. എല്ലാവരും നന്നായി പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.